നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. സൗദി അറേബ്യയുടെ ദേശീയ ദിനത്തോടനുബന്ധിച്ച് സ്വകാര്യ മേഖലാ ജീവനക്കാർക്ക് അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. സ്വകാര്യ മേഖലാ ജീവനക്കാർക്കും നോൺ പ്രോഫിറ്റ് സെക്ടർ ജീവനക്കാർക്കുമാണ് അവധി പ്രഖ്യാപിച്ചത്. സെപ്റ്റംബർ 23-നാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. മാനവ വിഭവശേഷി സാമൂഹിക വികസന മന്ത്രാലയമാണ് ഇക്കാര്യം അറിയിച്ചത്. അവധി ദിവസം തൊഴിൽ നിയമാവലിയിലെ 24-ാം വകുപ്പ് തൊഴിലുടമകൾ പാലിക്കണമെന്ന് മന്ത്രാലയം ആവശ്യപ്പെട്ടിട്ടുണ്ട്. കൂടാതെ രാജ്യത്തെ സ്കൂളുകളിലെയും യൂണിവേഴ്സിറ്റികളിലെയും വിദ്യാർത്ഥികൾക്കും സെപ്റ്റംബർ 24-ന് അവധിയായിരിക്കും. ദേശീയ ദിനത്തിന്റെ ഭാഗമായുള്ള ആഘോഷ പരിപാടികളിൽ പങ്കെടുക്കാൻ വേണ്ടിയാണ് വിദ്യാർത്ഥികൾക്ക് അവധി നൽകിയിരിക്കുന്നത്. അതേസമയം 48ാമത് ടൊർണറ്റോ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ സൗദി സിനിമകൾ പ്രദർശിപ്പിക്കാൻ ഒരുങ്ങുന്നു. ഈ മാസം 7-ന് തുടങ്ങിയ ഈ ഒരു ഫെസ്റ്റ് 17-ാം തീയതി വരെയാണ് നീളുന്നത്. സൗദിയിൽ സിനിമകൾ പ്രദർശിപ്പിക്കുന്നത് ഈ ദിനങ്ങളിലാണ്. കാനഡയിലാണ് ഫിലിം ഫെസ്റ്റിവൽ നടക്കുന്നത്. അന്താരാഷ്ട്ര അവാർഡ് നേടിയ സൗദി സിനിമകൾ ആണ് ഇവിടെ പ്രദർശിപ്പിക്കുന്നത്. സൗദി ഫിലിം അതോറിറ്റി മേളയിൽ വലിയ പവിലിയനാണ് ഒരുക്കിയിട്ടുള്ളത്. ദേശീയ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടു കൂടിയാണ് സൗദി ഇത്തരത്തിലൊരു സംഭവം ഒരുക്കുന്നത്. അൽ ഉല ഫിലിം, നിയോം, അതുപോലെ തന്നെ കിങ് അബ്ദുൾ അസീസ് സെന്റർ ഫോർ വേൾഡ് കൾച്ചർ, റെഡ് സീ ഫിലിം ഫെസ്റ്റിവൽ ഫൗണ്ടേഷൻ, സൗദി ഫിലിം ഫെസ്റ്റിവൽ എന്നിവ അതിൽ ഉൾപ്പെടും. ഏറ്റവും പ്രശസ്തമായ അന്താരാഷ്ട്ര ചലച്ചിത്ര മേളയിൽ ഒന്നിലാണ് ഈ ടൊർണറ്റോ ഫെസ്റ്റിവൽ. പ്രധാന സാംസ്കാരിക പരിപാടികൾ എല്ലാ വർഷവും മേളയുടെ ഭാഗമായി തന്നെ നടക്കാറുണ്ട്. സൗദിയിലെ ചലച്ചിത്ര നിർമ്മാണ രംഗത്തെ വിജയം ലോകത്തിന് മുന്നിൽ പരിചയപ്പെടുത്തുന്നതിനാണ് അതോറിറ്റി ഈ ആഗോള മേളയിൽ പങ്കെടുക്കുന്നത്. എന്തായാലും ഇപ്പോൾ സൗദിയുടെ ഒരു സൗദിയെ വാനോളം ഉയരുന്ന അല്ലെങ്കിൽ അഭിമാന നിമിഷം കൂടി തന്നെയാണ് സൗദിയുടെ ഈ ഒരു നിമിഷം. സൗദിയുടെ പ്രശസ്ത പ്രധാനപ്പെട്ട പ്രാഗൽഭ്യം നേടിയ എല്ലാ സിനിമകളുമാണ് പ്രദർശിപ്പിക്കപ്പെടുന്നത്. എന്തായാലും അതിനൊരു ആവേശം തന്നെയാണ് നിലവിലുള്ളത്. ഏറ്റവും പ്രശസ്തമായ അന്താരാഷ്ട്ര ചലച്ചിത്ര മേളയിൽ ഒന്നാണ് ഈ ടൊർണറ്റോ ഫെസ്റ്റിവൽ എന്ന് പറയുന്നത്. പ്രധാന സാംസ്കാരിക പരിപാടികൾ എല്ലാം തന്നെ എല്ലാ വർഷവും മേളയുടെ ഭാഗമായി നടക്കാറുണ്ട്. സൗദിയിലെ ചലച്ചിത്ര നിർമ്മാണ രംഗത്തെ വിജയം ലോകത്തിന് മുന്നിൽ പരിചയപ്പെടുത്തുന്നതിന് കൂടിയാണ് ഈ അതോറിറ്റി ഈ ആഗോള മേളയിൽ പങ്കെടുക്കാനായി എത്തുന്നത്.